ഇന്നലെ ഇവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകൾ സ്മെല്ല് വന്നപ്പോൾ അത് ശ്രദ്ധിക്കുകയും ഒരാളുടെ ബോഡിയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഇന്നലെയും ഒക്കെ തിരിച്ചറിയാൻ നോക്കിയിട്ട് മുഖം വികൃതമായിരുന്നത് എന്നുള്ളതുകൊണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പുള്ളി സംബന്ധിച്ചോളം പുള്ളി അങ്ങനെ വലിയ ഉടായ്പ പാർട്ടിയൊന്നും അല്ല. പിന്നെ പെയിൻറ്റിങ് ഒക്കെ നടന്നത് ഇച്ചിരി കടമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കറിയാൻ അത് നമ്മൾ പറഞ്ഞാൽ ശരിയല്ലല്ലോ. നമ്മൾ എല്ലാ ദിവസവും തന്നെ കാണുന്നൊരു വ്യക്തിയാണ്. രാവിലെ വൈകുന്നേരമൊക്കെ ഈ കടയിൽ വെച്ച് പുള്ളിയെ കാണും. പുള്ളി പണിക്ക് പോകുമ്പോൾ ഞാൻ വണ്ടിയായിട്ടൊക്കെ വരും, പുള്ളിയായിട്ട് കണ്ട് വർത്തമാനം പറയാറുള്ള വ്യക്തിയാണ്. കാരണം അങ്ങനെ മറ്റുള്ളവരായിട്ട് ഒരു പ്രശ്നക്കാരനൊന്നും അല്ല, കുടുംബപരമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. 19-ാം തീയതിയോടെയാണ് കുറുപ്പന്തറയിൽ രാജു എന്ന ആളുടെ മിസ്സിംഗ് കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് 20-ാം തീയതി വൈകുന്നേരത്തോടെ രാജുവിൻ്റെ മൃതദേഹം ഈ കുറുപ്പന്തറ കടവ് ഭാഗത്ത് ഈ ആളൊഴിഞ്ഞ വീട്ടിൻ്റെ പുറകുവശത്തായി കണ്ടെത്തുകയായിരുന്നു. എന്താണ് മരണകാരണമെന്ന് വ്യക്തമായിട്ടില്ല. എന്തായാലും പോലീസ് ഇവിടെ എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ കുറച്ച് സമയങ്ങൾക്കകം തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്കായി ഇവിടെ എത്തിച്ചേരും. അപ്പോഴേക്കും ആ ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം എന്തായാലും മരണത്തിൻ്റെ ദുരൂഹതകൾ മറനീക്കി പുറത്തു വരുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. ചേട്ടാ, ഇതിപ്പോൾ എങ്ങനെയായിരുന്നു എൻ്റെ സംഭവ വികാസങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 19-ാം തീയതി മുതൽ രാജു മിസ്സിംഗ് ആണ്. ഇന്നലെ വൈകുന്നേരമാണ് രാജുവിൻ്റെ ഇതെന്ന് സംശയിക്കുന്ന ബോഡി കണ്ടു കിട്ടിയത്. ഇന്നലെ ഇവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകൾ സ്മെല്ല് വന്നപ്പോൾ അത് ശ്രദ്ധിക്കുകയും ഒരാളുടെ ബോഡിയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഇന്നലെയും ഒക്കെ തിരിച്ചറിയാൻ നോക്കിയിട്ട് മുഖം വികൃതമായിരുന്നത് എന്നുള്ളതുകൊണ്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ അത് ഐഡൻറ്റിഫൈ ചെയ്തു. രാജു ആണെന്നുള്ള സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളും പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി പോസ്റ്റ്മോർട്ടം നടത്തി ഇന്ന് വൈകുന്നേരത്തോടുകൂടി ശവസംസ്കാര കർമ്മങ്ങൾ നടത്തത്തക്ക നിലയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഈ പ്രദേശം കുറേ നാളായിട്ട് ഒഴിഞ്ഞു കിടക്കുന്നൊരു പ്രദേശമായിരുന്നല്ലേ? ഈ പ്രദേശത്ത് ഇതിൻ്റെ ഉടമ ഇവിടെ താമസമില്ല. നാളുകളായി ഇത് ഒന്നും ആൾ താമസം ഇല്ലാതെ കിടക്കുന്ന ഒരു വീടാണ്. അപ്പം പുള്ളിക്കാരൻ ഇവിടെ ഇതിപ്പോൾ ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഊഹാപോഹങ്ങളോ എന്തെങ്കിലും? അങ്ങനെ ഒരു കൊലപാതകത്തിന് സാധ്യത കാണുന്നില്ല. എങ്കിലും എന്താണ് യഥാർത്ഥ സ്ഥിതി എന്നുള്ളത് അന്വേഷണത്തിന് ശേഷമേ, പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ അറിയാൻ കഴിയൂ. അപ്പോൾ ചേട്ടാ, അപ്പം ഇവിടെ ഇപ്പം ഈ ഒരു അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇപ്പം കാണാതെ പോയ രാജു ചേട്ടനെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രദേശവാസി എന്ന നിലയിൽ ചേട്ടനെ എങ്ങനെ? ഞാൻ പ്രദേശം നമ്മുടെ അറിയാവുന്ന ആളുമാണ്, നമ്മുടെ അയൽവക്കാരനുമാണ്, നമ്മുടെ കൂടെ ഒരു വാർഡ് പോലുമാണ്. പുള്ളി സംബന്ധിച്ചോളം പുള്ളി അങ്ങനെ വലിയ ഉടായ്പ പാർട്ടിയൊന്നും അല്ല. പിന്നെ പെയിൻറ്റിങ് ഒക്കെ നടന്നത് ഇച്ചിരി കടമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കറിയാൻ അത് നമ്മൾ പറഞ്ഞാൽ ശരിയല്ലല്ലോ. എന്തായാലും പുള്ളിക്ക് മരണം സംഭവിച്ചത് സ്വന്തമായിട്ടുള്ള മരണം അല്ല, വേറെ പുള്ളിക്ക് ശത്രുക്കളാരുമില്ല. ഇല്ല. നമ്മുടെ അറിവ് അങ്ങനെ കേട്ടോ, നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. 19-ാം തീയതി ആയിരുന്നു പുള്ളി കാണാതെ വന്നു. പുള്ളിക്കാരൻ ഈ അടുത്ത് ഈ പ്രദേശത്ത് തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടുന്ന് ഒരു 200 മീറ്റർ പോയാൽ മതി. 200 മീറ്റർ പോയാൽ. ചേട്ടനും ഇവിടെ ഈ പ്രദേശവാസിയാണ്? എൻ്റെ തോട് അപ്പുറത്താണ്. എന്നാലും നമ്മൾ കൂടപ്പുറപ്പല്ല, നമ്മുടെ കൂടപ്പുറപ്പ് തന്നെ, അതുപോലെ പറയാം. പുള്ളി ഒരു പെയിൻറ്റിങ് തൊഴിലാളിയാണ്. കുടുംബപരമായിട്ട് വീട്ടിൽ വിഷയങ്ങളൊന്നുമില്ല, നമ്മുടെ അറിവ് കേട്ടോ, വിഷയങ്ങളൊന്നുമില്ല. ചേട്ടാ, ഈ രാജു എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രദേശവാസി തന്നെ ആയിരുന്നല്ലോ. അപ്പം പുള്ളിക്ക് അങ്ങനെ എന്തെങ്കിലും കുടുംബപരമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അങ്ങനെ? അതൊന്നും കറക്റ്റായിട്ട് നമുക്ക് അറിയത്തില്ല. കാരണം നമ്മളിപ്പം നമ്മൾ കടമെന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്. അവിടെ നിന്നല്ല എൻ്റെ വർത്താനം അല്ലാതെ നമ്മൾ വേറെ ഒന്നും കുടുംബപരമായിട്ട് വഴക്കൊന്നുമില്ല. പിന്നെ രാവിലെ ഏറ്റവും പണിക്കും സ്ഥിരം പണിയാൻ പോകും. അല്ലാതെ കുടുംബത്ത് എന്തോ വഴക്കുണ്ടോയെന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അതിപ്പോൾ ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചാൽ നിങ്ങൾ എവിടെയാണ് അവരുടെ വീട് തൊട്ട് താഴെ, അപ്പോൾ അവിടെ ഉള്ളവരോട് ചോദിച്ചാലേ അറിയുള്ളൂ. അപ്പോൾ അവിടെ അയൽവക്കത്തായിട്ട് ഇപ്പം ഇവിടെ ആരും കാണിയല്ല. ഇവിടെ എല്ലാവരും മാറി താമസിക്കുന്ന. പുള്ളിക്കാരൻ എന്ത് പണിക്കാരനായിരുന്നു? പുള്ളി പെയിൻറ്ററാണ്. പുള്ളിക്കാരൻ ഇന്നലെ 19-ാം തീയതിയാണ് മിസ്സിംഗ് ആയെന്ന് പറയുന്നത്. അപ്പം അന്ന് പുള്ളി എന്തെങ്കിലും അസ്വാഭാവികമായിട്ടോ അങ്ങനെ എന്തെങ്കിലും? 19 മിസ്സിംഗ് ആണെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലെയാണ് സംഭവം അറിയണത്. ഇങ്ങനെ സംഭവം ഉണ്ടായി, ഇങ്ങനെ ആൾ കാണാനില്ല. അപ്പോൾ അതിന് മാഞ്ഞൂർ നമ്മുടെ കൂട്ടുകാരൻ അങ്ങനെ അത് കഴിഞ്ഞാണ് ഇത് അറിയുന്നത്. അല്ല, അതിനെ പറ്റിയുള്ള ഇത് കറക്റ്റ് അറിവൊന്നുമില്ല. അപ്പോൾ ഈ പരിസരത്ത് ഇപ്പം ഈ പ്രദേശം ഇപ്പോൾ ആരുടെയാണെന്നറിയാമോ? ഏകദേശം ഒരു പൂഞ്ഞാറ് അങ്ങനെയുള്ളൊരു പുള്ളിയുടെ ഇതാണ് എനിക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നാണ് എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഇതിപ്പം നേരത്തെ ഒരു പഴയ വീടായിരുന്നല്ലേ?
പഴയ വീടാണ്, ആൾതാമസമൊന്നും ഇല്ലായിരുന്നു. ആൾത്താമസമൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടന്നതാണ്. ഇവിടെ ഇപ്പം സ്ഥിരം മദ്യപാനവും അങ്ങനെയുള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളോ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നതായിട്ട്? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ ഞാൻ വൈകിട്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കുള്ളൂ തിരിച്ചു വരത്തുള്ളൂ. പുള്ളിക്കാരൻ എങ്ങനെയാണ്? പുള്ളിക്കാരൻ ഈ സമീപ പ്രദേശത്ത്? ആ ചേട്ടന് ഞാൻ അങ്ങനെ പരിചയമില്ല, എനിക്ക് പരിചയമില്ല. ഇല്ലില്ല. ഇപ്പം ജസ്റ്റ് ഇപ്പം ഇന്ന് ലീവായ കാരണം ഞാൻ ഇങ്ങോട്ട് ഇവരുടെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ടെന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പം എന്തെങ്കിലും ഇതിപ്പം ആത്മഹത്യ തന്നെയാണെന്നാണോ പൊതുവായിട്ടുള്ളൊരു സംസാരം ജനങ്ങൾക്കിടയിൽ? അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് ഞാനിപ്പം ഇന്നലെ ട്രിവാൻഡ്രം പോയിട്ട് ഞാനിപ്പോൾ വെളുപ്പിന് വന്നോളൂ. അന്നേരം ഞാൻ ഈ വിവരം അറിഞ്ഞു. ഓക്കെ. അറിയത്തില്ല, അത് ഇവിടുത്തെ ഇത് നോക്കണ ആളാന്ന് പറഞ്ഞു. തോട്ടത്തിലെ ആളായിരുന്നു. വീട് നോക്കണ ആള്, അവന് പണിസാധനമൊക്കെ അവിടെ വയ്ക്കണം. അപ്പോൾ അങ്ങനെ രാവിലെ വാട വന്നപ്പം ഇന്നലെ വൈകുന്നേരം വാട വന്നപ്പോഴത്തേന് അങ്ങനെ. ഇതിപ്പം പുള്ളിക്കാരൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പം ഈ മരിച്ചുപോയ പുള്ളിക്കാരൻ്റെ വീട് കാണാൻ പറ്റും അല്ലേ? ഇവിടെ തൊട്ടടുത്ത് തന്നെ? തൊട്ടടുത്ത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉണ്ട് എൻ്റെ രാജേഷ്. അപ്പുറം വീടൊക്കെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് ഇടയ്ക്ക്. പുള്ളിക്കാരന് എന്താ ഒരുമിച്ച് പണി ചെയ്തായിരുന്നോ നിങ്ങൾ രണ്ടുപേരും? ഇല്ല പുള്ളി പെയിൻറ്റിങ്ങിനൊക്കെ നടക്കുന്നത്. ഞങ്ങൾ പരിചയമാണ്, ഞങ്ങളൊക്കെ ഒരു പ്രായക്കാരാണ്. എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയത്തില്ല. എൻ്റെ ഇവിടെ കുറേ പോകണം. അവനെപ്പോഴും ഞങ്ങൾ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആളാണ്, വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നത്. എങ്ങനെയായിരുന്നു പുള്ളിക്കാരൻ? എന്തെങ്കിലും ഈ ഇടയ്ക്ക് എങ്ങനെ എന്തെങ്കിലും? ഈയിടെ ഞാൻ കാണാറില്ല, ആ ഇലക്ഷൻ്റെ ഒക്കെ സമയത്ത് കണ്ടായിരുന്നു ഞങ്ങൾ ആ വീട് കയറാനൊക്കെ ചെന്നപ്പോൾ. അപ്പം ഈ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായോ അങ്ങനെ? ഒന്നും അറിയത്തില്ല. ഇവിടെ ആദ്യം ആരാ കണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നും അറിയത്തില്ല. നമ്മൾ പണി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു ബോഡി കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വന്നു കണ്ടു. ആരാണെന്ന് നമുക്കറിയത്തില്ല കൃത്യമായിട്ട്. പിന്നെ 19-ാം തീയതി പുള്ളിക്കാരൻ മിസ്സായതിനെ സംബന്ധിച്ചൊരു കേസ് രജിസ്റ്റർ ചെയ്തായിരുന്നു. അപ്പം അതിനുശേഷം ഇപ്പം ഇന്നലെയാണ് പുള്ളിക്കാരൻ്റെ ബോഡി കണ്ടെത്തുന്നത്. അപ്പം ഇങ്ങനെ ഒരാളുടെ ബോഡി ഇവിടെ കാണുന്നു, പുള്ളിയാണെന്ന് സ്ഥിരീകരിച്ചു. പുള്ളി അളിയന്മാരൊക്കെ വന്നിട്ട് പുള്ളിയുടെ ഡ്രസ്സിൽ നിന്നാണ് പുള്ളിയാണെന്ന് രാജുവാണെന്ന് സ്ഥിരീകരിച്ചത്. അങ്ങനെയാണ് സ്ഥിരീകരിക്കാൻ പറ്റിയിരിക്കുന്നത്. എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ടൊന്നും നമ്മളൊന്നും കേട്ടിട്ടൊന്നുമില്ല. നമ്മൾ എല്ലാ ദിവസവും തന്നെ കാണുന്നൊരു വ്യക്തിയാണ്. രാവിലെ വൈകുന്നേരമൊക്കെ ഈ കടയിൽ വെച്ച് പുള്ളിയെ കാണും. പുള്ളിക്ക് പണിക്ക് പോകുമ്പോൾ ഞാൻ വണ്ടിയായിട്ടൊക്കെ വരും, പുള്ളിയായിട്ട് കണ്ട് വർത്താനം പറയാറുള്ള വ്യക്തിയാണ്. വേറെ അങ്ങനെ മറ്റുള്ളവരായിട്ട് ഒരു പ്രശ്നക്കാരനൊന്നും അല്ല. കുടുംബപരമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. സാമ്പത്തികമായിട്ടും സാമ്പത്തികമായിട്ട് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം പുള്ളിക്ക് ഡെയിലി പണിയുണ്ട്, പിന്നെ വൈഫിന് ഒരു ചെറിയ പരിപാടിയാണ്ടൊക്കെ ഉണ്ട്. പിന്നെ കുഴപ്പമില്ലാതൊക്കെ പോകുന്നു. വേറെ അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതായിട്ടൊന്നും ഒരു അറിവില്ല, ഒന്നും അറിവില്ല. നമ്മുടെ അറിവിലൊന്നും ഇന്നുവരെ കേട്ടിട്ടുള്ള ഒരു പ്രശ്നക്കാരനും അല്ല ആള്. മറ്റുള്ളവരെ ഒരു ശാന്ത സ്വഭാവക്കാരനൊക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ള ഒരാളൊന്നും അല്ല. ഇപ്പം ഇവിടുന്ന് ഒരു കീടനാശിനിയുടെ കുപ്പി കിട്ടിയതായിട്ടൊരു വിവരം ലഭിച്ചപ്പം അതിനെക്കുറിച്ച്? ഇല്ല, അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല ഇതുവരെ. ഇപ്പം ഞാൻ ഇന്നലെ ഒരു 5:30-6 ഇവിടെ വന്നു. ഒരു 9-9:30 വരെ കഴിഞ്ഞാണ് ഇന്നലെ ഇവിടുത്തെ പോകുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഒരു 8 മണിയാകുമ്പോൾ ഇവിടെ വന്നാണ്. ബോഡി എടുത്ത് കറക്കി കയറ്റി വെച്ചതിന് ശേഷമാണ്. ഇതുവരെ അങ്ങനെ കിട്ടിയതായിട്ടൊന്നും അറിയത്തില്ല.